സൂറത്തുൽ ഹുജറാത്തിൽ അല്ലാഹു പറയുന്നുണ്ട്, യാ അയ്യുഹല്ലദീന ആമനൂ ലാ തുഖദ്ദിമൂ ബൈന യദയില്ലാഹി വറസൂലിഹി. ഹേ സത്യവിശ്വാസികളെ. സൂറത്തുൽ ഹുജറാത്തിൻ്റെ സവിശേഷത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിൽ ഒരുപാട് പ്രാവശ്യം ആയത്തുകളിൽ തുടർച്ചയായി യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ എന്നുള്ള അഭിസംബോധന നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ഒരിടത്തിൽ യാ അയ്യുഹന്നാസ് എന്ന് വിളിക്കുന്നുണ്ട്. എന്നാൽ അധിക സ്ഥലങ്ങളിലും യാ അയ്യുഹല്ലദീന ആമനു എന്നുള്ള സത്യവിശ്വാസികളെ സംബോധന ചെയ്യുന്ന സൂറത്താണ് സൂറത്തുൽ ഹുജറാത്ത്. അതിൻ്റെ തുടക്കം തന്നെ അള്ളാഹു പറയുകയാണ്, യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, ലാ തുഖദ്ദിമൂ ബൈന യദയില്ലാഹി വറസൂലിഹി, നിങ്ങൾ അള്ളാഹുവിനെയും റസൂലിനെയും മുൻകടക്കാൻ പാടില്ല. ഒരു കാര്യത്തിലും നിങ്ങൾ അള്ളാഹുവിനെയും റസൂലിനെയും മുൻകടക്കാൻ പാടില്ല. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിലാവാൻ പാടില്ല. സാഹചര്യം നമുക്കറിയാം. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ തന്നെ സ്വഹാബത്തുൽ കിറാം ഏതാവശ്യങ്ങളുണ്ടെങ്കിലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അഭിപ്രായം തേടിയിട്ടാണ് കാര്യങ്ങളിൽ തീരുമാനമെടുക്കുക. അങ്ങനെയുള്ള സഹാബത്തിനോട് തന്നെയാണ് നബിയെ ഒരിക്കലും മനഃപൂർവ്വമായി മുൻകടക്കണം എന്നുള്ള താല്പര്യമില്ലാത്ത, നബിയെ അക്ഷരം പ്രതി അനുധാവനം ചെയ്ത് പിന്നിൽ നിൽക്കണമെന്നും പ്രവാചകന്റെ വിധികൾ അക്ഷരാർത്ഥത്തിൽ ജീവിതത്തിൽ നടപ്പിലാക്കണം എന്നും താല്പര്യപ്പെടുന്ന സ്വഹാബത്തിനോടാണ് നബിയുടെ കാലഘട്ടത്തിൽ ഈ ആയത്ത് പറയുന്നത് എങ്കിൽ, ഇക്കാലഘട്ടത്തിലെ മുസ്ലിമീങ്ങളോടാണ് ഇപ്പോൾ ഖുർആൻ സമ്മതിച്ചു കൊണ്ടിരിക്കുന്നത്. ഖുർആൻ കാലികമാണല്ലോ. അപ്പോൾ ഈ ആയത്തിറങ്ങാനുണ്ടായ ഒരു പശ്ചാത്തലം ഉണ്ടായിരുന്നു. സ്വാഭാവികമായും മനുഷ്യ സഹജമായി ചില കാര്യങ്ങൾ ഇങ്ങനെ ചർച്ച ചെയ്യുന്ന സമയത്ത് നമ്മുടെ വൈകാരികമായ താല്പര്യങ്ങൾക്ക് നമ്മൾ അടിപ്പെട്ടുകൊണ്ട് നമ്മുടെ ശബ്ദം ചിലപ്പോൾ ഉയരാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ അധ്യക്ഷനേക്കാളും കൂടുതൽ മുന്നിട്ട് കാര്യങ്ങൾക്ക് നമ്മൾ തീരുമാനം പറയാറുണ്ട്. ഇവിടെ അധ്യക്ഷ സ്ഥാനത്തിരിക്കുന്നത് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ഒരു കാര്യം ഇങ്ങനെ ചർച്ച ചെയ്തപ്പം ആ ചർച്ചയിൽ പ്രവാചകന്റെ കൽപ്പന അല്ലെങ്കിൽ പ്രവാചകന്റെ നിർദ്ദേശം എന്തെന്ന് നോക്കാതെ അല്പമൊന്ന് മുൻകടന്ന് പോയപ്പോഴാണ് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് പരിശുദ്ധ ഖുർആനിലൂടെ സഹാബത്തിനെ തിരുത്തിക്കൊണ്ട് പറയുന്നത്, സത്യവിശ്വാസികളെ, ലാ തുഖദ്ദിമൂ ബൈന യദയില്ലാഹി വറസൂലി, നിങ്ങൾ ഒരിക്കലും അള്ളാഹുവിനെയും റസൂലിനെയും ഒരു കാര്യത്തിലും മുൻകടക്കാൻ പാടില്ല. അള്ളാഹുവിനെയും റസൂലിനെയും ഒരു കാര്യത്തിലും മുൻകടക്കാൻ പാടില്ല. എന്തെങ്കിലും ഒരു വിഷയം, ഇതിന്റെ തഫ്സീർ വളരെ വിശദമാണ് ഈ ആയത്തിന്റെ. ഏതൊരു വിഷയം വരികയാണെങ്കിലും നിങ്ങളുടെ താല്പര്യങ്ങളും നിങ്ങളുടെ യുക്തിയും ബുദ്ധിയും വെച്ചിട്ട് നിങ്ങൾ ആദ്യം വിധി പറയരുത്. അത് നബിയുടെ കാലത്തും അങ്ങനെ തന്നെയാണ്, നബിയുടെ കാലശേഷവും അങ്ങനെ തന്നെയാണ്. നിങ്ങൾക്കിടയിൽ ഒരു പ്രശ്നം ഉടലെടുക്കുമ്പോൾ നിങ്ങളുടെ ബുദ്ധിക്കും നിങ്ങളുടെ താല്പര്യങ്ങൾക്കും നിങ്ങളുടെ അഭിപ്രായങ്ങൾക്കും അല്ല മുൻഗണന നൽകേണ്ടത്. നിങ്ങൾ നോക്കേണ്ടത് അതിൽ അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും തീരുമാനം എന്ത് എന്നുള്ളതാണ്. ഈ ഹദീസിന്റെ തഫ്സീറിൽ നമുക്ക് കാണാൻ പറ്റും, ഒരു സഹാബിയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിടത്തേക്ക് പറഞ്ഞയക്കുമ്പം അവിടെ ഒരു വിഷയമുണ്ടായി കഴിഞ്ഞാൽ നീ എന്തനുസരിച്ച് വിധിക്കുമെന്ന് ചോദിച്ചപ്പം സഹാബി പറയുന്നുണ്ട്, അള്ളാഹുവിന്റെ ഗ്രന്ഥമായ പരിശുദ്ധ ഖുർആൻ അനുസരിച്ചുകൊണ്ട്. അതിൽ കണ്ടില്ലെങ്കിലോ ഉടനെ പറയുന്നുണ്ട്, അള്ളാഹുവിന്റെ റസൂലിന്റെ ഹദീസ് അനുസരിച്ചുകൊണ്ട് ഞാൻ വിധിക്കും. അതിലും കണ്ടില്ലെങ്കിലോ എങ്കിൽ ഞാൻ എൻ്റെ അഭിപ്രായം അനുസരിച്ചുകൊണ്ട് ഖുർആനിന്റെയും ഹദീസിന്റെയും അറിവിന്റെ വെളിച്ചത്തിൽ ഞാൻ ഗവേഷണം ചെയ്തിട്ട് അതിൽ നിഷ്പന്ദനം ചെയ്തെടുക്കുന്ന എൻ്റെ അഭിപ്രായം അതനുസരിച്ചുകൊണ്ട് ഞാൻ പ്രവർത്തിക്കും. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ നെഞ്ചിടം തടവിക്കൊണ്ട് അദ്ദേഹത്തെ ആശീർവദിക്കുകയാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തത്. അപ്പോൾ ഒരു കാര്യത്തിലും അള്ളാഹുവിന്റെ റസൂലിന്റെ ജീവിതകാലത്തും റസൂലുള്ളാഹിന്റെ വഫാത്തിന്റെ ശേഷവും ഏതൊരു വിഷയം വരികയാണെങ്കിലും ഒരു സത്യവിശ്വാസി റസൂലുള്ളാഹിനെ മുൻകടക്കാൻ പാടില്ല. പ്രവാചക വചനങ്ങൾ എന്താണ്, പ്രവാചക നിർദ്ദേശങ്ങൾ എന്താണ്, പ്രവാചക ചര്യ അതിലെന്താണ് എന്ന് നോക്കി അതിനാണ് മുൻഗണന നൽകേണ്ടത്, സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടിയല്ല. മറ്റൊരു സംഭവം കൂടി റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിലുണ്ടായി.
ഒരു സങ്കീർണമായ ഒരു വിഷയം ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒക്കെ ഉണ്ട് അവിടെ. രണ്ടുപേരും വ്യത്യസ്തമായ അഭിപ്രായങ്ങളിലായി. ഓരോരുത്തരുടെയും ശബ്ദം അല്പമൊന്ന് ഉയർന്നു. നബിയോടുള്ള പെരുമാറ്റം, നബിയോടുള്ള മര്യാദ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പഠിപ്പിക്കുകയാണ്. നബിയെ ആദരിക്കണമെന്നും നബിയെ ബഹുമാനിക്കണമെന്നും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പഠിപ്പിക്കുകയാണ്. അപ്പോഴാണ് ഒരല്പമൊന്ന് ശബ്ദമങ്ങ് ഉയർന്നു പോയപ്പോ തൊട്ടുടനെ അടുത്ത ആയത്ത് അവതരിക്കുകയാണ്. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തർഫഉ അസ്വാതകും ഫൗഖ സൗതിൻ നബിയ്യ് വലാ തജ്ഹറൂ ലഹു ബിൽ ഖൗലി കജഹരി ബഅദികും ലിബഅദിൻ അൻ തഹ്ബത അഅമാലുകും വഅൻതും ലാ തശ്ഉറൂൻ. ഹേ സത്യവിശ്വാസികളെ, രണ്ടാമത്തെ ആയത്തിലും വീണ്ടും യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ എന്നുള്ള സംബോധനയാണ് വരുന്നത്. ലാ തർഫഉ അസ്വാതകും, നിങ്ങളുടെ ശബ്ദങ്ങളെ നിങ്ങൾ ഉയർത്തരുത്, ശബ്ദം ഉച്ചത്തിലായി പോകരുത്. ഫൗഖ സൗത്തിൻ നബി, നബിയുടെ ശബ്ദത്തേക്കാൾ, നബിയുടെ സദസ്സിലിരിക്കുമ്പോൾ നബിയുടെ ശബ്ദത്തേക്കാൾ നിങ്ങളുടെ ശബ്ദം ഉയർന്നു പോകാൻ പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആദരിക്കണം, ബഹുമാനിക്കണം. നബിയുടെ ശബ്ദത്തിനേക്കാൾ നിങ്ങളുടെ ശബ്ദം ഉച്ചത്തിലായി പോവാൻ പാടില്ല. വലാ തജ്ഹറൂ ലഹു ബിൽ ഖൗലി കജഹരി ബഅദികും ലിബഅദ്, നിങ്ങൾ പരസ്പരം സംസാരിക്കുന്നത് പോലെ നിങ്ങൾ ഒരിക്കലും ഉറക്കെ നബിയോട് സംസാരിക്കാൻ പാടില്ല. നിങ്ങൾ അഭിമുഖമായി പ്രവാചകനോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ഒച്ച നബിയുടെ ശബ്ദത്തേക്കാൾ ഉയർന്നു പോകാൻ പാടില്ല, പതുക്കെയാവണം. അൻ തഹ്ബത അഅമാലുകും, അത് വെറും ആദരവിന്റെ ഭാഗം മാത്രമല്ല, വെറും ബഹുമാനം മാത്രമല്ല. അങ്ങനെ പ്രവാചക ശബ്ദത്തേക്കാൾ നിങ്ങൾ മനഃപൂർവ്വമായി ഉച്ചത്തിൽ ശബ്ദിച്ചു പോയാൽ അൻ തഹ്ബത അഅമാലുകും, നിങ്ങളുടെ അമലുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പൊളിച്ചു കളയുന്നതാണ്. മഅദല്ലാഹ്, അല്ലാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. നിങ്ങൾ ചെയ്യുന്ന അമലുകൾ, നിങ്ങളുടെ നിസ്കാരം, നിങ്ങളുടെ നോമ്പ്, നിങ്ങളുടെ സൽക്കർമ്മങ്ങൾ അല്ലാഹു പൊളിച്ചു കളയുന്നതാണ്. എപ്പോൾ നിങ്ങൾ സംസാരത്തിൽ, പ്രവാചക സാന്നിധ്യത്തിൽ നിങ്ങളുടെ സൂക്ഷ്മത പാലിച്ചില്ല എങ്കിൽ, നിങ്ങളുടെ ശബ്ദം മനഃപൂർവ്വമായി ബഹുമാനമില്ലാതെ, ആദരവില്ലാതെ പ്രവാചകന്റെ ശബ്ദത്തിനേക്കാളും ഒരല്പമൊന്ന് നിങ്ങളെ വോയിസ് ഒന്ന് ഉയർന്നു പോയി കഴിഞ്ഞാൽ, ശബ്ദം ഉയരാൻ പാടില്ല. അള്ളാഹുവിന്റെ തിരുദൂതരോടുള്ള ആദരവും സമീപനവും എങ്ങനെയായിരിക്കണമെന്ന് പഠിപ്പിച്ചു കൊടുക്കുകയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. വഅൻതും ലാ തശ്ഉറൂൻ, നിങ്ങൾ അറിയാതെ നിങ്ങളുടെ അമലുകൾ പൊളിഞ്ഞു പോകും. കാരണം നിങ്ങളല്ലേ സീരിയസ് ആയിട്ട് കാണില്ല. വലിയ തെറ്റൊന്നുമില്ലല്ലോ, റസൂലുള്ളാഹിന്റെ മുന്നിൽ വെച്ചോട്ട് ഒച്ചയിൽ ശബ്ദിക്കല്ലേ, അത് വലിയ തെറ്റൊന്നും ആവില്ല എന്ന് കരുതിയിട്ട് നിങ്ങൾ അറിയാതെ ഒച്ച വെച്ചു പോയി കഴിഞ്ഞാൽ, നിങ്ങൾ അറിയാതെ നിങ്ങൾ ചെയ്ത അമലുകൾ പൊളിഞ്ഞു പോകുന്നതാണ്. ഏത് റസൂലിനോടാണ് ഈ പറയുന്നതെന്ന് അറിയോ? റസൂലുള്ള ഒരിക്കലും ഒരാളുടെയും ആദരവ് ആഗ്രഹിച്ചിട്ടില്ല, ആദരവ് ചോദിച്ചു വാങ്ങിയിട്ടില്ല. ഇന്ന് പലരും ആദരവും ബഹുമാനമൊക്കെ ചോദിച്ചു വാങ്ങാണ്. ഞങ്ങള് മന്ത്രിമാര്, മുഖ്യമന്ത്രി എന്നൊക്കെ പറയുമ്പോൾ അവിടെ ബഹു എന്ന് പ്രത്യേകം എഴുതണമെന്ന് പറയാം. ബഹുമാനപ്പെട്ട എന്ന് എഴുതിയിട്ടല്ലാതെ ഇവരെ ഒന്ന് അഭിസംബോധന ചെയ്യാൻ പാടില്ല എന്നുള്ള. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ആരുടെയും ബഹുമാനവും ആദരവും ആഗ്രഹിച്ചിട്ടില്ല. നേരെ മറിച്ച് വ്യക്തിപരമായി പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിന്റെ ഇടയിലേക്ക് കടന്നു വരുമ്പോൾ അവർ എഴുന്നേറ്റ് നിന്നപ്പം അള്ളാഹുവിന്റെ റസൂൽ അത് നിരുത്സാഹപ്പെടുത്തുക ചെയ്തത്. നിങ്ങൾ അങ്ങനെ എഴുന്നേറ്റ് നിൽക്കരുത് എന്നാ പറഞ്ഞത്. നിങ്ങൾ എഴുന്നേറ്റ് നിൽക്കരുത്, നിങ്ങൾ പേർഷ്യൻ, റോമൻ ചക്രവർത്തിമാരുടെ അടുക്കൽ അവരുടെ ആളുകൾ ആദരവോടെ ബഹുമാനത്തോടു കൂടി എഴുന്നേറ്റ് നിൽക്കുന്നത് പോലെ ആദരവും ബഹുമാനവും അത്തരം ചക്രവർത്തിമാരും നേതാക്കന്മാരും ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ നിങ്ങൾ എന്റെ മുന്നിൽ അങ്ങനെ എഴുന്നേറ്റ് നിൽക്കേണ്ടതില്ല എന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നിരുത്സാഹപ്പെടുത്തുന്നു. വ്യക്തിപരമായി ആ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉള്ള സമീപനത്തിന്റെ കാര്യത്തിൽ തന്നെയാണ് സർവശക്തനായ അല്ലാഹു ഇടപെട്ടുകൊണ്ട് പറയുന്നത്, നിങ്ങൾ ശബ്ദം ഉയർന്നു പോകരുത് കേട്ടോ, നിങ്ങൾ സൂക്ഷിക്കണം, നിങ്ങൾ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ നിങ്ങളുടെ അമലുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പൊളിച്ചു കളയുന്നതാണ്. ഈ ഒരു ആയത്തിറങ്ങിയതിന് ശേഷം എത്ര കണ്ട് സൂക്ഷ്മതയോടുകൂടിയാണ് സ്വഹാബത്ത് ജീവിച്ചതെന്നറിയോ? പ്രവാചകനോടുള്ള സംസാരം എത്ര കണ്ട് സൂക്ഷിച്ചെന്നറിയോ? ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നുകൊണ്ട് സംസാരിക്കുന്ന സമയത്ത് സ്വകാര്യം പറയുന്നത് പോലാണ് പറയാം. ഒരായത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ അത്രയും സൂക്ഷ്മത അവർക്കുണ്ടായിരുന്നു. നമ്മളിങ്ങനെ ആയത്തുകൾ ഇങ്ങനെ ഇതീ കൂടെ കേട്ട് ഇതിലൂടെ വിടും അല്ലേ? സഹാബത്തിന്റെ പ്രത്യേകത അതല്ല. സഹാബത്ത് ഒരായത്തിറങ്ങിക്കഴിഞ്ഞാൽ അതെന്നെ കുറിച്ചാണ് പറയുന്നത് എന്നുള്ള തോന്നലുണ്ടാവുക. അത് എനിക്ക് വേണ്ടി ഇറങ്ങിയതാണ്, എന്റെ ശുദ്ധീകരണത്തിന് വേണ്ടിയുള്ളതാണ്, ഞാൻ പാലിക്കേണ്ട നിയമമാണിത് എന്നാണ്. അപ്പൊ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഒക്കെ വളരെ സൗമ്യമായി, വളരെ
സ്വകാര്യം പറയുന്നത് പോലെയായിരുന്നു റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സംസാരിച്ചിരുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ ആയത്തിറങ്ങിയതിനു ശേഷം ഒരു സഹാബിനെ കാണുന്നില്ല പള്ളിക്ക്. ഒരു സഹാബിനെ കാണുന്നില്ല. സാബിത്ത് ഇബ്നു ഖൈസ് റളിയല്ലാഹു അൻഹുവിനെ പള്ളിയിൽ കാണുന്നില്ല. അള്ളാഹിന്റെ തിരുദൂതർ ചോദിച്ചു സഹാബത്തിനോട്, എന്തു പറ്റി സാബിത്ത് ഇബ്നു ഖൈസിന്? കുറെ ദിവസമായിട്ട് സാബിത്ത് ഇബ്നു ഖൈസിനെ കാണുന്നില്ലല്ലോ. ഒരു സഹാബി സാബിത്ത് ഇബ്നു ഖൈസ് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്ക് ചെന്നു. അപ്പോ സാബിത്ത് വീടിന്റെ വാതിൽ അടച്ച് പൂട്ടിയിട്ട് ഉള്ളിലിരുന്നു കൊണ്ട് കരയുകയാണ്. ഭാര്യയോട് പറഞ്ഞിരിക്കുകയാണ്, ജമീലയോട്, വാതിൽ തുറക്കരുതേ, വാതിൽ തുറക്കരുത്. ഒന്നുകിൽ ഈ വീടിന്റെ അകത്തളത്തിലിരുന്നു കൊണ്ട് ഞാൻ മരണപ്പെട്ടു പോവട്ടെ, അതല്ലെങ്കിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ തൃപ്തി എനിക്ക് ലഭിക്കട്ടെ, അല്ലാതെ വാതിൽ തുറക്കണ്ടേ. എന്താ സംഭവം? സാബിത്ത് ഇബ്നു ഖൈസ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ ഈ സഹാബി ചെന്നിട്ട് ചോദിക്കുകയാണ്, എന്തേ സാബിത്തെ നിന്നെ പള്ളിയിലേക്ക് കാണാത്തത്? അള്ളാഹിന്റെ തിരുദൂതർ നിന്നെ അന്വേഷിച്ചിരുന്നല്ലോ, എന്തു പറ്റി സാബിത്തെ എന്ന് ചോദിച്ചപ്പോ സാബിത്ത് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഒന്നുമല്ല, ഞാൻ നരകത്തിന്റെ ആളായിപ്പോയി, ഞാൻ നരകാവകാശിയായിപ്പോയി, ഞാൻ വല്ലാതെ ഉച്ചത്തിൽ സംസാരിക്കുന്നവനാണ്, എന്റെ ശബ്ദത്തിന് വോയിസ് കൂടുതലാണ്, ശബ്ദം കൂടുതലാണ് എന്റെ വർത്തമാനത്തിന്. സ്വാഭാവികമായും ജന്മസിദ്ധമായി അങ്ങനെയാണ്. അങ്ങനെ പരുക്കൻ സ്വരത്തിൽ ഉച്ചത്തിൽ സംസാരിക്കുന്നവനാണ് ഞാൻ. അതുകൊണ്ട് എന്നെ സംബന്ധിച്ചിറങ്ങിയതാണ് ഈ ആയത്ത്. ലാ തർഫഉ അസ്വാതകും ഫൗക സൗത്തിൻ നബി വലാ തജ്ഹറൂ ലഹു ബിൽ ഖൗലി കജഹരി ബഅദികും ലിബഅദിൻ അൻ തഹ്ബത അഅമാലുകും. ഞാൻ റസൂലുള്ളാഹിന്റെ സബിതത്തിൽ വെച്ചുകൊണ്ട് പലപ്പോഴും എന്റെ ശബ്ദം ഉയർന്നു പോയിട്ടുണ്ട്. അതുകൊണ്ട് എന്റെ അമലുകൾ മുഴുവനും പൊളിഞ്ഞു പോയിട്ടുണ്ട്. ഞാൻ വല്ലാത്ത ഖേദത്തിലാണ്. ഇനി തിരുനബിയുടെ അടുക്കിലേക്ക് ഞാൻ വരുന്നില്ല. കാരണം റബ്ബിന്റെ റസൂലിന്റെ സബിതത്തിൽ വെച്ചെങ്ങാനും എന്റെ ശബ്ദം ഉയർന്നു പോയാൽ ഞാൻ നരകാവകാശിയായി മാറും, എന്റെ അമലുകൾ മുഴുവനും പൊളിഞ്ഞു പോകും. ഈ സാബിത്ത് വല്ലാതെ പരാജയപ്പെട്ടിരിക്കുന്നു. സഹാബി പറയാം, റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നിട്ട് ഈ സഹാബി വന്നിട്ട് പറയാ, റസൂലേ, സാബിത്ത് വരാത്തത് മറ്റൊന്നുമല്ല, സാബിത്ത് നരകത്തിന്റെ അഹ്ലുകാരിൽ പെട്ടുപോയി എന്ന് ആണ് സാബിത്ത് പറയുന്നത്. കാരണം സാബിത്തിന്റെ ശബ്ദം ഉയർന്നു പോയിട്ടുണ്ട്. റസൂലെ, അങ്ങയുടെ മുന്നിൽ അതിൽ വല്ലാത്ത ഖേദത്തിലാണ് സാബിത്ത് എന്ന് പറഞ്ഞപ്പം അള്ളാഹിന്റെ തിരുദൂതര് പറഞ്ഞു, സാബിത്ത് ആ ഗണത്തിൽ പെടൂല, സാബിത്ത് മിൻ അഹ്ലിൽ ജന്ന, സാബിത്ത് സ്വർഗത്തിന്റെ അവകാശികളിൽപ്പെട്ടയാള് തന്നെയാണ്, സാബിത്തിനോട് വരാൻ പറ എന്റെ അടുക്കലേക്ക് എന്ന് തിരുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. പ്രിയമുള്ളവരെ, അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി ഈ കാര്യത്തിൽ പ്രത്യേകിച്ച് ഇതിന്റെ ഗുണപാഠമായി മുഫസ്സിറുകളൊക്കെ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി അടക്കമുള്ള തഫ്സീറുകളിലൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇതിന്റെ ഗുണപാഠം നിങ്ങളിൽ ഒന്ന്, റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആദരിക്കുക, ബഹുമാനിക്കുക. മറ്റൊന്ന്, ഒരു ആയത്തിറങ്ങിക്കഴിഞ്ഞാൽ ആത്മപരിശോധന നടത്തുക. അതെന്നെ പറ്റിയാണോ? ആ കുറവ് എന്നിലുണ്ടോ? ഞാൻ തിരുത്തണം. അതാണ് ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകേണ്ട ഒരു ബോധം. അത് പ്രത്യേകം മുഫസ്സിറുകളൊക്കെ സൂചിപ്പിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പോ അത് മുതൽ ഞാൻ പറഞ്ഞല്ലോ, അത് മുതൽ അവർ ശബ്ദം താഴ്ത്താൻ തുടങ്ങി, സ്വഹാബത്ത് മുഴുവനും. അപ്പൊ അവരെ പ്രശംസിച്ചുകൊണ്ട് അഭിനന്ദിച്ചുകൊണ്ടും പിന്നെ ഖുർആൻ അടുത്ത ആയത്തിറങ്ങുകയാണ്. ഇന്നല്ലദീന യഗുള്ളൂന അസ്വാതഹും ഇൻദ റസൂലില്ലാഹ് ഉലൈകല്ലദീന ഇംതഹനല്ലാഹു ഖുലൂബഹും ലിത്തഖ്വാ ലഹും മഗ്ഫിറതുൻ വഅജ്റുൻ അളീം. ഇന്നല്ലദീന യഗുള്ളൂന അസ്വാതഹും ഇൻദ റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ തിരുദൂതരുടെ സവിധത്തിൽ വെച്ചുകൊണ്ട് ശബ്ദം താഴ്ത്തിക്കൊണ്ട് സംസാരിക്കുന്നവർ, ഉലൈകല്ലദീന ഇംതഹനല്ലാഹു ഖുലൂബഹും ലിത്തഖ്വാ, അവരുടെ ഹൃദയങ്ങളെ അല്ലാഹു തഖ്വ കൊണ്ട് പരീക്ഷിച്ച് ആ പരീക്ഷണത്തിൽ വിജയിച്ചവരാണവർ. അപ്പൊ നബിത്തങ്ങളുടെ സവിധത്തിൽ വെച്ചുകൊണ്ട് പതുക്കെ ശബ്ദം താഴ്ത്തി സ്വരം താഴ്ത്തി സംസാരിക്കുന്നവർ അവർ മുത്തഖീങ്ങളാണ്. തഖ്വ കൊണ്ട് പരീക്ഷിച്ച് ആ തഖ്വയിൽ അവർ വിജയിച്ചവരാണ്. ഉലൈകല്ലദീന ഇംതഹനല്ലാഹു ഖുലൂബഹും ലിത്തഖ്വാ ലഹും മഗ്ഫിറതുൻ
വഅജ്റുൻ അളീം. അവർക്ക് അല്ലാഹുവിന്റെ പാപമോചനമുണ്ട്, അവർക്ക് ഏറ്റവും ഉന്നതമായ പ്രതിഫലമുണ്ട്. സാബിത്ത് ഇബ്നു ഖൈസ് ആവട്ടെ, ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ആകട്ടെ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആകട്ടെ, അവരൊക്കെ ഈ ആയത്തിന് ശേഷം സൂക്ഷ്മത പാലിച്ചവരാണ്. ശബ്ദത്തിന്റെ കാര്യത്തിൽ, പുണ്യ റസൂലിനോടുള്ള സംസാരത്തിന്റെ കാര്യത്തിൽ അവരാണെങ്കിലോ അത് തഖ്വ കൊണ്ടാണ് അവർ അത് അങ്ങനെയുള്ള ഒരു കഴിവ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു സമീപനം സ്വീകരിച്ചത്. അവർക്ക് ലഹും മഗ്ഫിറത്തും വഅജ്റുൻ അളീം, അവർക്ക് ഉന്നതമായ പ്രതിഫലമുണ്ട്, അവർക്ക് അല്ലാഹുവിൽ നിന്നുള്ള പാപമോചനമുണ്ട്. ഇത് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുന്ന കാലത്ത് മാത്രമല്ല, അള്ളാഹിന്റെ തിരുനബിയുടെ വഫാത്തിന് ശേഷം പ്രത്യേകിച്ച് റൗളയിൽ പോകുമ്പോൾ അവിടെ വെച്ചുകൊണ്ട് അദബുകേട് കാണിക്കാൻ പാടില്ല. റസൂലുള്ളാഹിനോടുള്ള അദബ് അത് വഫാത്തിന് ശേഷവും ആ സൂക്ഷ്മത പാലിക്കണം. ഉംറക്കും ഹജ്ജിനൊക്കെ പോകുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം. അവിടെ റസൂലുള്ളാഹിന്റെ മുന്നിൽ പോയിട്ട്, റസൂലുള്ള ജീവിച്ചിരിക്കുന്ന ഒരു സമയത്താണെങ്കിൽ നമ്മൾ റസൂലുള്ളാഹിന്റെ മുന്നിൽ പോയിട്ട് ഉന്തും തിരക്കുണ്ടാക്കോ? ഇല്ലല്ലോ. അവിടെ വെച്ചിട്ട് നമ്മളിങ്ങനെ സെൽഫിയൊക്കെ എടുത്തിട്ട് ഇങ്ങനെ ഒച്ചപ്പാടൊക്കെ ഉണ്ടാക്കിയിട്ട് അദബുകേട് കാണിക്കോ? ഇല്ലല്ലോ. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ റൗളയിൽ അന്ത്യവിശ്രമം കൊള്ളുകയാണ്. അവിടെയും നമ്മൾ ആ തഖ്വ നമ്മുടെ കൂടെ ഉണ്ടാവണം. അവിടെയും ഒച്ച വെക്കാനോ ശബ്ദമുയർത്താനോ ഒന്നും പാടില്ല. ഇപ്പോൾ റൗള ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളൊരു സംഗതിയാണ്. ഇപ്പം വളരെ അപൂർവമായിട്ടാണല്ലോ റൗളത്തും മിൻ റിയാദിൽ ജന്ന എന്ന് പറയുന്ന റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിനും മിമ്പറിനും ഇടയിലുള്ള വീടിനും മിമ്പറിനും ഇടയിലുള്ള ആ സ്ഥലം ഉണ്ടല്ലോ, റൗളത്തും മിൻ റിയാദിൽ ജന്ന എന്ന് പറഞ്ഞ, അവിടെ പോയി നിസ്കരിക്കണമെങ്കിൽ ഇപ്പം പ്രത്യേകം എന്ത് ചെയ്യണം? വർഷത്തിലൊരിക്കലൊക്കെ ആണല്ലേ സാധിക്കുള്ളൂ. അതും അതിന് പ്രത്യേകമായ പെർമിഷൻ ഉണ്ടാവണം, അവർക്ക് അതിനുള്ള ടിക്കറ്റ് കിട്ടണം അങ്ങോട്ട്. എന്നിട്ട് പലരും കുറഞ്ഞ സമയം അവിടെ കിട്ടുള്ളൂ. പക്ഷേ അങ്ങോട്ട് പോകുന്ന ആ പള്ളിയിൽ വെച്ചുകൊണ്ട് റൗളയിലേക്ക് പോകുന്നത് അതബോട് കൂടിയല്ല, ഓട്ടമാണ്, ഓട്ടമത്സരം. ഓടിയിട്ട് എങ്ങനെയെങ്കിലും ആ മുന്നിൽ പോയി നിന്നിട്ട് അവിടെ പോയിട്ട് നിസ്കരിക്കണം. അവിടെ പോയി നിസ്കരിച്ചാൽ കൂലിയുണ്ട്. പക്ഷെ അതിനേക്കാളും വലിയ അദബുകേട് അവിടെ കാണിക്കുന്നത്, ഹറാമ കാണിക്കുന്നത്. അള്ളാഹിൻ്റെ റസൂലിൻ്റെ സവിധത്തിൽ വെച്ചുകൊണ്ട് അങ്ങോട്ട് ഓടിപ്പോവുകയാണ്. അത് അദബുകേടാണ്, അത് മര്യാദക്കേടാണ്. അവിടെ അത് ചെയ്യാൻ പാടില്ല. അവിടെ അദബോട് കൂടി, പ്രത്യേകിച്ച് മസ്ജിദ് നബവിയാണ്, പള്ളിയാണ്, പള്ളിയിൽ ഓടാനും ചാടാനും പാടില്ല. ജമാഅത്ത് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്തിന് റക്കായത്ത് കിട്ടൂല എന്ന് പേടിച്ചാൽ പോലും ഓടാൻ പാടില്ല എന്നുള്ള, ഓടി വരാൻ പാടില്ല എന്നുള്ള. സമാധാനത്തിൽ വരണം എന്നാണ്. നിസ്കാരത്തിലേക്ക് സമാധാനത്തിൽ വരണം. റക്കായത്ത് നഷ്ടപ്പെട്ടോട്ടെ, അവിടെ റസൂലുള്ളാഹിന്റെ അവിടെ ഒരക്കായത്ത് കിട്ടൂലേ, അതിന്റെ കൂലി കിട്ടൂലേ, ആ യുക്തിയല്ല പ്രവർത്തിക്കേണ്ടത്. റസൂൽ എന്ത് പറഞ്ഞു എന്നുള്ളതാണ്. റസൂൽ പറഞ്ഞ് സാവകാശം വരണം. റക്കായത്ത് ഇവിടെ കഴിഞ്ഞു പോവുകയാണെങ്കിൽ പോലും സാവകാശം വന്നാൽ മതി. ഒതു കൊടുത്തിട്ട് കിട്ടിയ റക്കായത്ത് നിസ്കരിക്കുക ഇമാമിന്റെ കൂടെ. പിന്നെ ബാക്കിയുള്ളത് നിങ്ങൾ മസ്ബൂഹങ്ങളായിട്ട് ബാക്കി നിസ്കരിച്ചോളൂ, കണ്ടിന്യൂ ചെയ്തോളൂ. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാൻ വേണ്ടി അള്ളാഹുവിന്റെ തിരുദൂതർ നമ്മോട് പറഞ്ഞിട്ടുണ്ട്. ഇന്നല്ലദീന യുനാദൂനക മിൻ വറാഇൽ ഹുജുറാതി അക്തറുഹും ലാ യഅഖിലൂൻ. തീർച്ചയായും ഹുജുറാത്തിന്റെ മുറികൾക്ക്, അറകൾക്ക് പിന്നിൽ നിന്നുകൊണ്ട് താങ്കളെ വിളിക്കുന്നവർ അക്തറുഹും ലാ യഅഖിലൂൻ, അവർ അധിക പേരും ബുദ്ധിയില്ലാത്തവരാണ്, ചിന്തയില്ലാത്തവരാണ്, ആലോചന ഇല്ലാത്തവരാണ്. ഈ ഹുജുറാത്ത് എന്നുള്ള സൂറത്തിന് ആ പേര് വരുന്നത് ഈ പ്രയോഗമാണ്. ഹുജുറാത്ത്, ഈ സൂറത്തിന്റെ പേര് എന്താ? ഹുജുറാത്ത് എന്ന് പറഞ്ഞാൽ അറകൾ എന്നാണ്, മുറികൾ എന്നാണ്, റൂമുകൾ എന്നാണ്. ഏതാണ് ഈ ഹുജുറാത്ത്? ഇത് മസ്ജിദുൻ നബവിക്ക് ചുറ്റുഭാഗത്തും റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാർക്ക് ഉണ്ടായിരുന്ന മുറികളാണ്, വീടുകളാണ്. മുറി എന്ന് പറഞ്ഞാൽ അന്നത്തെ വീടാണത്, അവരെ വീടാണ്. ഐഷാബിയുടെ വീട് ഇവിടെ, അപ്പുറത്ത് മറ്റുള്ള ഭാര്യമാരുടെ വീടുകളൊക്കെ ഇങ്ങനെ അറകളായിട്ട് കുറേ അറകളുണ്ടായിരുന്നു. അത് വലീദ് ബിൻ അബ്ദുൽ മലിക്കിന്റെ കാലം വരെ, മസ്ജിദുൻ നബവി വികസിപ്പിക്കുന്നത് വരെ അതുണ്ടായിരുന്നു. പിന്നീട് ആ മസ്ജിദുൻ നബവിയുടെ വികസനത്തിന് വേണ്ടി വലീദ് ബിൻ അബ്ദുൽ മലിക്കിന്റെ ആ ഭരണകാലഘട്ടത്തിലാണ് അതൊക്കെ പൊളിക്കുന്നത്. ആ പൊളിക്കുന്ന സമയത്ത് പലരും കരഞ്ഞു എന്നാണ്. കാരണം എന്താ? റസൂലുള്ളാഹിന്റെ ആ ഓർമ്മകൾ അവശേഷിക്കുന്ന ആ അറകൾ, മുറികളൊക്കെ അങ്ങോട്ട് പൊളിക്കുന്ന സമയത്ത് ചിലരൊക്കെ പറഞ്ഞു അതങ്ങനെ അവശേഷിച്ചിരുന്നുവെങ്കിൽ, കാരണം റസൂലുള്ളാഹിനെ ഓർക്കാൻ, റസൂലുള്ളാഹിന്റെ ലളിതമായ ജീവിതം കാണാൻ. റസൂലുള്ളാഹിന്റെ റൂം എന്ന് പറഞ്ഞാൽ, വീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാളിത്യത്തിന്റെ വീടുകളാണ്, ലാളിത്യത്തിന്റെ വീടാണ്. ഇങ്ങനെ ഒരു ഈത്തപ്പനയുടെ ഇങ്ങനെ ഒരു മേൽക്കൂരുണ്ടാകും, ഒരു കമ്പിളിയുടെ ഇങ്ങനെ പതിച്ചിട്ടുണ്ടാകും, കാലൊക്കെ അങ്ങനെ ഈത്തപ്പനയുടെയും മറ്റുമൊക്കെ ആയിട്ട് വളരെ വളരെ ലളിതമായിട്ട് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചു. ഏതായാലും അതൊക്കെ പിന്നീട് പൊളിച്ചു പോയി, ഇപ്പൊ വികസിപ്പിച്ചു. ഇവിടെ പറയുന്നത് എന്താണെന്നറിയോ? റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റൂമുകൾക്ക് പിന്നിൽ നിന്നുകൊണ്ട് ഉറക്കെ വിളിക്കുന്നവർ അവർ ബുദ്ധിയില്ലാത്തവരാണ് എന്നുള്ളതാണ്. എന്താ സംഭവം എന്ന് വെച്ചാൽ,
ബനു തമീം ഗോത്രത്തിൽപ്പെട്ട ആളുകൾ, തമീം ഗോത്രത്തിൽപ്പെട്ട ആളുകൾ അവരൊരിക്കൽ ളുഹറിന്റെ സമയത്ത് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ വന്നിട്ട് ആ സമയത്ത് പുറത്തുനിന്ന് അവർ തമ്മിൽ വിളിക്കണ പോലെ, മുഹമ്മദ് ഇങ്ങോട്ട് വാ, ഇറങ്ങി വാ, ഞങ്ങൾക്ക് സംസാരിക്കണം. ഓരോരുത്തരുടെ സംസ്കാരമില്ലാത്തവരാണ്, ബദവികളാണ്. അവര് വന്നിട്ട് പറഞ്ഞു. അപ്പോൾ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ളുഹറിന്റെ സമയമായിരുന്നു. ളുഹറിന്റെ സമയമായപ്പോൾ അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അവർ പറഞ്ഞു, മുഹമ്മദേ, ഒരു ഞങ്ങളുടെ കൂടെ കവികളുണ്ട്, ഞങ്ങളുടെ കൂടെ പ്രഭാഷകന്മാരുണ്ട്, നമുക്കൊന്ന് മത്സരിക്കാന്ന് പറഞ്ഞു. ഈ അറബി സാഹിത്യം വെച്ചിട്ട് കവിതയും ഈ പ്രഭാഷണമൊക്കെ നടത്തിയിട്ട് ഒരു മുസ്ലിം ആയിട്ടില്ല. പെട്ടോ ആയിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ളുഹർ നിസ്കാരം കഴിയട്ടെ, എന്നിട്ട് നമുക്ക് സംസാരിക്കാമെന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ കവിതയും അല്ലെങ്കിൽ പ്രസംഗത്തിനൊന്നും വന്നതല്ല, ഞങ്ങൾ അള്ളാഹുവിന്റെ സന്ദേശവുമായിട്ടാണ് ഞാൻ നിയോഗിതനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്നലെ ളുഹർ നിസ്കാരം കഴിഞ്ഞ ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരൊക്കെ ഇരുത്തിയിട്ട് ഇസ്ലാം എന്താണ് എന്ന് വിശദമായിട്ട് അവർക്ക് പറഞ്ഞു കൊടുത്തു. പറഞ്ഞു കേട്ടപ്പോൾ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്നക റസൂലുള്ളാഹ്, അവരെല്ലാം മുസ്ലിമായി. ബനു തമീം ഗോത്രം മുസ്ലിമായി. ഈ പശ്ചാത്തലത്തിൽ നബി അങ്ങനെ ഒരിക്കലും നിങ്ങൾ അഭിസംബോധന ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവതരിച്ച ആയത്താണിത്. ഇത് ഇന്നല്ലദീന യുനാദൂനക മിൻ വറാഇൽ ഹുജറാത്ത്, ഈ അറകൾക്ക് പിന്നിൽ നിന്നുകൊണ്ട് താങ്കളെ ഉച്ചത്തിൽ വിളിക്കുന്ന ആളുകൾ അക്തറുഹും ലാ യഖിലൂൻ, അവർ ചിന്തയില്ലാത്തവരാണ്. വലൗ അന്നഹും സബറൂ ഹത്താ തഖ്റുജ ഇലൈഹിം ലകാന ഖൈറൻ ലഹും, താങ്കൾ പുറത്തേക്ക് വരുന്നത് വരെ ക്ഷമിച്ചുകൊണ്ട് അവർ നിന്നിരുന്നുവെങ്കിൽ അതായിരുന്നു അവർക്ക് ഖൈറ്. താങ്കൾ അങ്ങനെ വിളിച്ചുകൊണ്ട് വിഷമിപ്പിക്കാൻ പാടില്ല. റസൂലുള്ളാഹിനോടുള്ള ആദര സൂചകമായി പുണ്യ റസൂൽ വീട്ടിൽ വിശ്രമിക്കുമ്പോൾ പുറത്തു നിന്നും നമ്മൾ സാധാരണക്കാരെ വിളിക്കുന്നത് പോലെ ഇങ്ങോട്ട് വാ മുഹമ്മദേ എന്നതാ അവർ വിളിക്കാൻ പാടില്ല. അതിന് പകരം അവർ ക്ഷമ അവലംബിച്ചിരുന്നുവെങ്കിൽ അതായിരുന്നു അവർക്ക് ഉത്തമം. വല്ലാഹു ഗഫൂറുർ റഹീം, അറിയാതെ അബദ്ധത്തിൽ സംഭവിച്ചു പോയതല്ലേ, അല്ലാഹു ഏറെ കാരുണ്യവാനാണ്. സൂറത്തുൽ ഹുജറാത്തിലെ 5 ആയത്തുകൾ ഈ പശ്ചാത്തലത്തിലാണ് അവതരിക്കപ്പെട്ടത്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള പെരുമാറ്റം, ആദരവ്, ബഹുമാനം അത് സത്യവിശ്വാസികളുടെ വിശ്വാസത്തിന്റെ ഈമാനിന്റെ ഭാഗമാണ് എന്ന് അറിയിക്കുകയാണ്. നബി തിരുമേനിയോടുള്ള ആദരവും ബഹുമാനവും